Hi friends, welcome to Lal Brothers Media. We will chapter thermal properties of matter. Celsius, Fahrenheit, Kelvin. The relation convert C by 5 equal to F minus 32 divided by 9 is equal to K minus 273 divided by 5. Our relation of the Fahrenheit scale temperature value Celsius and Fahrenheit ഒരേ റീഡിംഗ് കാണിക്കുന്നു രണ്ട് സ്കെയിൽ ഒരേ റീഡിംഗ് കാണിക്കുന്നു ഓർത്തിരിക്കുക -40 അതുപോലെ ഏത് വാല്യൂലാണ് കെൽവിനും ഫാരൻഹീറ്റ് സ്കെയിൽ ഒരേ റീഡിംഗ് കാണിക്കുന്നത് 574.25 പിന്നെ ഒരിക്കലും സെൽഷ്യസും കെൽവിനും ഒരേ റീഡിംഗ് കാണിക്കില്ല പിന്നെ അതിന് പഠിക്കുക തെർമോമീറ്ററിൽ നമുക്ക് രണ്ട് പേര് മാത്രം പഠിച്ചാൽ മതി ലിക്വിഡ് തെർമോമീറ്ററും ഗ്യാസ് തെർമോമീറ്ററും അപ്പോൾ ലിക്വിഡ് തെർമോമീറ്ററിലെ പ്രിൻസിപ്പിൾ മാത്രം പഠിച്ചാൽ മതി thermal expansion of gas liquid thermometer gas thermometer എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ടെമ്പറേച്ചർ അളക്കുന്നത് in terms of pressure ലാണ് അത്രേ ഉള്ളൂ അത് pressure is proportional to temperature എന്ന പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഗ്യാസ് തെർമോമീറ്റർ ഉപയോഗിക്കുന്നത് ഇത് കോൺസ്റ്റന്റ് പ്രഷർ തെർമോമീറ്റർ എന്നൊക്കെ പറയും ശരി അടുത്ത കോൺസ്റ്റന്റ് വോളിയം പ്രഷർ അല്ല കോൺസ്റ്റന്റ് വോളിയം തെർമോമീറ്റർ എന്ന് പറയും അടുത്ത thermal expansion thermal expansion നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്തു എക്സ്പാൻഡ് ചെയ്തു മൂന്ന് ടൈപ്പ് ഉണ്ട് ലീനിയർ എക്സ്പാൻഷൻ ഏരിയൽ ക്യൂബിക്കൽ അതിന്റെ ഇക്വേഷൻ പഠിച്ചാൽ മതി പഠിക്കാൻ എളുപ്പമാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഡെൽറ്റ എൽ ഈക്വൽ ടു ആൽഫ എൽ ഡെൽറ്റ ടി ഡെൽറ്റ എൽ ചേഞ്ച് ഇൻ ലെന്ത് എൽ ഒറിജിനൽ ലെന്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആൽഫ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഇതേ ഇക്വേഷൻ എല്ലിന്റെ സ്ഥാനത്ത് ഏരിയ കൊടുത്താൽ ഏരിയൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഏരിയ കൂടുന്നു അപ്പം എല്ലിന്റെ സ്ഥാനത്ത് ഏരിയ കൊടുത്താൽ മാത്രം മതി ബീറ്റയുടെ പേര് കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ ഇവിടെ ഓൾ ഇൻ ചേഞ്ച് ചെയ്യുന്നു ഗാമ കോഎഫിഷ്യന്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ അത് ജസ്റ്റ് ഇക്വേഷൻ അറിഞ്ഞാൽ മതി പക്ഷെ ഇക്വേഷനിൽ ഇതാണ് ഇമ്പോർട്ടന്റ് ആൽഫ ബീറ്റ ഗാമയുടെ പേര് അറിഞ്ഞിരിക്കുക ഇനി അവത്തുള്ള റിലേഷൻ അത് ഇമ്പോർട്ടന്റ് ആണ് ഇതാണ് റിലേഷൻ എന്ന് പറഞ്ഞത് ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ബൈ 2 ഇസ് ഈക്വൽ ടു ഗാമ ബൈ 3 ഇമ്പോർട്ടന്റ് ആണ് ഇനി ആൽഫ ബീറ്റ ഗാമ എല്ലാത്തിനും ഒരേ യൂണിറ്റ് ആണ് കെൽവിൻ റൈസ് ടു -1 ഇനി നമ്മൾ ലീനിയർ എക്സ്പാൻഷനുള്ള കോൺസിക്വൻസ് പഠിച്ചു വയ്ക്കുക അതിനകത്ത് രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത് ഒന്ന് നമ്മൾ റെയിൽസ് ഇടുമ്പോൾ റെയിൽവേ പാളം ഇടുമ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പ് കൊടുക്കാറുണ്ട് എന്തിനാണ് ഗ്യാപ്പ് കൊടുക്കുന്നത് ടു കൗണ്ടർ ലീനിയർ എക്സ്പാൻഷൻ സമയത്ത് ഉണ്ടാവുന്ന ലീനിയർ എക്സ്പാൻഷൻ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് റെയിൽവേ പാളം ഇടുമ്പോൾ ഇടയ്ക്കിടെ ഗ്യാപ്പ് കൊടുക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പെൻഡുലം ക്ലോക്കില് പെൻഡുലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റലിന്റെ പേര് ഇൻവാർ എന്ന മെറ്റലിലാണ് ഉപയോഗിക്കുന്നത് പെൻഡുലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റലിന്റെ പേര് ഇൻവാർ ആണ് എന്തുകൊണ്ട് ഇൻവാർ ഉപയോഗിക്കുന്നു ചോദിക്കും കാരണം സമയത്ത് നമ്മൾ വേറെ മെറ്റൽ ഉപയോഗിച്ചുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ലീനിയർ എക്സ്പാൻഷൻ ഉണ്ടാവും അതിന്റെ ഫലമായിട്ട് കാണിക്കുന്ന ടൈം ആക്യുറേറ്റ് ആവണമെന്നില്ല അത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല എക്സ്പാൻഡ് ചെയ്യാൻ പാടില്ല അതായത് ആൽഫയുടെ വാല്യൂ ലോ ആയിരിക്കണം കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ വാല്യൂ വളരെ ലോ ആയിരിക്കണം അവിടെ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇൻവാർ ഉപയോഗിക്കുന്നു റീസൺ എന്താണ് ലോ ആൽഫ അതാണ് മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് പെൻഡുലം ക്ലോക്കിൽ പെൻഡുലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഇൻവാർ ആണ് എന്തുകൊണ്ട് ലോ ആൽഫ അത്രേ ഉള്ളൂ ആൽഫയുടെ പേര് നേരത്തെയിട്ടുണ്ട് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ അടുത്ത അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്താണ് വാട്ടർ നമ്മൾ സാധാരണ ചൂടാക്കുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും പക്ഷെ വാട്ടർ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ കോൺട്രാക്ട് ചെയ്യും 4 ഡിഗ്രി കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും എക്സ്പാൻഡ് ചെയ്യും അതിനെ പറഞ്ഞ പേരാണ് എന്താ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ 4 ഡിഗ്രി വരെ എന്ത് ചെയ്യുന്നത് കോൺട്രാക്ട് ചെയ്യുന്നു ഈ 4 ഡിഗ്രിയിലാണ് വാട്ടറിന് മാക്സിമം ഡെൻസിറ്റിയും മിനിമം വോളിയം ഇനി ഈ അനോമലസ് എക്സ്പാൻഷൻ കോൺസിക്വൻസ് എന്താണ് ഇങ്ങനെ വാട്ടർ അനോമലസ് എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് വിന്റർ കൺട്രീസിൽ ലേക്ക് പോണ്ടിലൊക്കെ അതായത് ലേക്കില് നദികളിലൊക്കെ വിന്റർ സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ സർഫസ് വാട്ടർ ഫുൾ ഐസായി മാറും എങ്കിൽ പോലും അതിന്റെ അടി അല്പം എന്ത് കാണും വാട്ടർ കാണും 4 ഡിഗ്രിയുള്ള വാട്ടർ കാണും അവിടെയാണ് അക്വാറ്റിക് അനിമൽസ് എന്ത് ചെയ്യുന്നത് ജീവിക്കുന്നത് അവിടെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ അക്വാറ്റിക് അനിമൽസ് അതായത് സർഫസ് ഐസായിട്ടും അടിയിൽ എന്ത് ജീവിക്കുന്നുണ്ട് അക്വാറ്റിക് അനിമൽസ് ജീവിക്കുന്നുണ്ട് എന്തുകൊണ്ട് റീസൺ എന്താണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ഇതാണ് പറയേണ്ടത് 4 ഡിഗ്രി കോൺട്രാക്ട് ചെയ്യുന്നു ബാക്കി എക്സ്പ്ലനേഷൻ ഉണ്ട് ജസ്റ്റ് നോക്കിയാൽ മതി നമുക്ക് ഈ ഒരു വേർഡ് മാത്രമേ വേണ്ടു കേട്ടോ അടുത്ത് 1 കലോറി എത്രയാണ് 4.2 ജൂൾ ഓർത്തിരിക്കുക വാല്യൂ പ്രോബ്ലത്തിന് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടി വരും ഇനി നമ്മൾ ഈ പഠിക്കുന്ന രണ്ട് ഇക്വേഷൻസ് ആണ് ഒന്ന്
Q is equal to mc theta. ഈ ഇക്വേഷൻ എവിടെ ഉപയോഗിക്കും? നമ്മൾ ഒരു ബോഡിയെ ഹീറ്റ് ചെയ്യുന്നു, ആ ബോഡിയുടെ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ, ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയാണ് ഹീറ്റ് കൊടുക്കുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് Q is equal to mc theta. തീറ്റ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്, സി എന്ന് പറഞ്ഞ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. എന്റെ യൂണിറ്റ് ഓർത്തിരിക്കുക, ജൂൾ കിലോഗ്രാം റേസ് ടു -1 കെ റേസ് ടു -1. ഡയമെൻഷൻ എന്താണ്? L സ്ക്വയർ ടി റേസ് ടു -2 കെ റേസ് ടു -1. അത് ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി. ഇനി പ്രിൻസിപ്പിൾ ഓഫ് മിക്സസ് എന്താ പറയുന്നത്? ഹീറ്റ് ലോസ്റ്റ് ബൈ എ ബോഡി ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ എ ബോഡി. അടുത്ത ഇക്വേഷൻ Q is equal to ml. ഇത് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഫേസ് ചേഞ്ച് ആണെങ്കിൽ, ഇപ്പം സോളിഡ് ലിക്വിഡ് ആണ്, എത്ര ഹീറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ലിക്വിഡ് ഗ്യാസ് ആണ്, എത്ര ഹീറ്റ് കൊടുക്കണം, അവിടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? Q is equal to ml. അല്ലെങ്കിൽ എല്ലാം പറയുന്നത് ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയും, ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയും. അതിന്റെ യൂണിറ്റ് ആയിട്ടുള്ള ജൂൾ പെർ കെ ജി ആണ്. ഡയമെൻഷൻ എന്താണ്? L സ്ക്വയർ ടി റേസ് ടു -2. പിന്നെ റെഗുലേഷൻ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്താൽ ഐസ് ലോ ടെമ്പറേച്ചറിൽ മെൽറ്റ് ആവും. ഇനി കൊടുത്ത പ്രഷർ തിരിച്ചെടുക്കുകയാണെങ്കിൽ, പ്രഷർ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അത് റീഫ്രീസ് ആവും, തിരിച്ച് ഫ്രീസ് ആവും. ആ റീഫ്രീസിനെ പറഞ്ഞ പേരാണ് റെഗുലേഷൻ എന്ന് പറയും. റെഗുലേഷന്റെ ആപ്ലിക്കേഷൻ ആണ് സ്കേറ്റിംഗ് ഓൺ സ്നോ. പിന്നെ ഈ ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ടെമ്പറേച്ചർ ആണ്, ഇത് ടെമ്പറേച്ചർ, ഇത് ഹീറ്റ്, എമൗണ്ട് ഹീറ്റ്. ഇവിടെ ആദ്യം സോളിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഇതെന്താണ്? OA എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ്. ഇവിടെ ഇത്രയും കോൺസ്റ്റന്റ്. ഞാൻ ഇപ്പൊ ഐസിന്റെ കേസ് പറയാം. അപ്പൊ ഇതെന്താണ്? ഐസാണ്. ഇവിടെ AB കോൺസ്റ്റന്റ് കാണിക്കുന്നത്. കാരണം അവിടെ എന്ത് കിടക്കുകയാണ്? ഫേസ് ചേഞ്ച് കിടക്കുകയാണ്, അത് മെൽറ്റിംഗ് നടക്കുകയാണ്. ഇവിടെ എന്താണ് നടക്കുന്ന പ്രോസസ്? എന്താണ്? മെൽറ്റിംഗ് ഓർ ഫ്യൂഷൻ. നമ്മൾ ഫിസിക്സ് പറയുമ്പോൾ എന്ത് പറയാം? ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ. പിന്നെ ചോദിക്കുന്നത് ഇവിടെ ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്? അവിടുത്തെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പാർഷ്യലി ഐസ് ആണ്, പാർഷ്യലി വാട്ടർ ആണ്. അപ്പൊ ഇവിടെ ഏതൊക്കെയുണ്ട്? ഐസും ഉണ്ട്, വാട്ടറും ഉണ്ട്. ഇനി ബിയിലെത്തിയാൽ ഫുള്ള് ഐസും വാട്ടറായി മാറി, പിന്നെ റൈസ് ആവുന്നു, ടെമ്പറേച്ചർ കൂടുന്നു. അതായത് ഈ BC എന്ന് പറഞ്ഞാൽ ഫുൾ എന്താണ്? വാട്ടർ ആണ്. CD അപ്പൊ വീണ്ടും എന്തായി? ഇവിടെ കോൺസ്റ്റന്റ് ആയി, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി, 100 ഡിഗ്രി ആയി. അപ്പൊ അതിന്റെ മീനിങ് എന്താ? വാട്ടർ എന്തായി മാറി? സ്റ്റീമായി മാറി. ഇവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ വാട്ടർ സ്റ്റീമായി മാറുന്നു, വേപ്പറൈസേഷൻ. ഇവിടെ പ്രോസസ് എന്താണ്? വേപ്പറൈസേഷൻ. അവിടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ വാട്ടറും കാണും, പിന്നെ എന്ത് കാണും? വേപ്പറും കാണും. D വരെ എന്ത് ചെയ്യുന്നു? ആ പ്രോസസ് നടക്കുന്നു. അപ്പൊ D ആയപ്പോൾ ഫുൾ വാട്ടറും ഗ്യാസ് ആയി മാറി, വേപ്പറായി മാറി. ഈ DE എന്ന് പറഞ്ഞാൽ വേപ്പറാണ്. ഇത് അടയാളപ്പെടുത്താൻ ചോദിക്കും കേട്ടോ, ഗ്രാഫ്. പിന്നെ അവസാന ടോപ്പിക്, ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ഇത് തന്നെയാണ്, കണ്ടക്ഷൻ. എന്താ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ? ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ മീഡിയം ആവശ്യമാണ്, പക്ഷെ എന്തില്ല? ആക്ച്വൽ മൂവ്മെന്റ് ഇല്ല. മീഡിയത്തിലെ പാർട്ടിക്കിളിന് ആക്ച്വൽ മൂവ്മെന്റ് ഇല്ല. അത് നടക്കുന്നത് സോളിഡ്സിലാണ്. എത്രയേ ഉള്ളൂ. ഇനി കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ മീഡിയം ആവശ്യമാണ്, അവിടെ മീഡിയത്തിലെ പാർട്ടിക്കിളിന് ആക്ച്വൽ മൂവ്മെന്റ് ഉണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഹോട്ട് ബോഡിയിൽ നിന്ന് ഹോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ മീഡിയം ആവശ്യമാണ്, മീഡിയത്തിലെ മോളിക്യൂൾ എന്തുണ്ട്? ആക്ച്വൽ മൂവ്മെന്റ് ഉണ്ട്. അത് നടക്കുന്നത് എവിടെയാണ്? ഗ്യാസസിലും ലിക്വിഡിലാണ് കൺവെക്ഷൻ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതാണ് ട്രേഡ് വിൻഡ്, സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്. ഈ സീ ബ്രീസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ട്രേഡ് വിൻഡ്, സീ ബ്രീസ്, ലാൻഡ് ബ്രീസ് എന്നൊക്കെ റീസൺ എന്താണ്? കൺവെക്ഷൻ ആണ്. റേഡിയേഷൻ മീഡിയം ആവശ്യമില്ല. ഹീറ്റ് ട്രാൻസ്ഫറിന്റെ മെത്തേഡാണ്. അവിടെ എന്ത് ആവശ്യമില്ല? ട്രാൻസ്ഫർ ചെയ്യാണ്ട് മീഡിയം ആവശ്യമില്ല. അതിന് എക്സാമ്പിൾ ആണ് സൺലൈറ്റ് എർത്തിൽ എത്തുന്നത്. ഏത് പ്രോസസ് ആണ്? റേഡിയേഷൻ ആണ്. പിന്നെ അത് പഠിക്കുന്ന ലാസ്റ്റ് ടോപ്പിക് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. അത് സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കുക. ഈ ചില ആപ്പടെ പഠിക്കുന്ന ലോ ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. പറയുന്നത് റേറ്റ് ഓഫ് കൂളിംഗ് dQ/dt. ഹീറ്റ് എനർജി കുറയുന്നു, അതാണ് മൈനസ് കൊടുത്ത്. റേറ്റ് ഓഫ് കൂളിംഗ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ആൻഡ് സറൗണ്ടിങ്. അപ്പൊ ഇത് ബോഡിയുടെ മീൻ ടെമ്പറേച്ചർ, ഇതെന്താണ്? സറൗണ്ടിങ് ടെമ്പറേച്ചർ. ഇത് വലിയൊരു പ്രോബ്ലം ഉണ്ട്, പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞു. ശരി, അടുത്ത ചാപ്റ്റർ ഓസിലേഷൻസ്. എളുപ്പം പെട്ടെന്ന് തീരും ഓസിലേഷൻ. അത് മെയിൻ ടോപ്പിക് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. SHM ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു പോയിന്റിലെയും ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാം. ഇത്രേ ഉള്ളൂ. F is proportional to -x. അല്ല, ഇങ്ങനെ വന്നാലും മതി. A is proportional to -x. ഇനി സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? ഡെറൈവ് ചെയ്യാണ്ട് ചെയ്ത് പഠിക്കണം. d² x/dt² plus
ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. അത് ഒമേഗ എന്നാണ് റൂട്ട് ഓഫ് കെ ബൈ എം ആണ്. ഇനി എന്റെ സൊല്യൂഷൻ എന്താണ്? ഇത് സോൾവ് ചെയ്യുന്ന എക്സിന്റെ വാല്യൂ കിട്ടും. വാല്യൂ മാത്രം വിളിച്ചാൽ മതി. എ സൈൻ അല്ല, എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഇൻ ടേംസ് ഓഫ് വൈയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? എ സൈൻ ഒമേഗ ടി പ്ലസ് എന്ത് ചെയ്താം? 5 ചെയ്താം. അപ്പം എക്സ് വൈ എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ആണ്. എ ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ ടി പ്ലസ് 5 എന്ന് പറഞ്ഞ ഫേസ് ആണ്. അത് 5 എന്ന് പറയും, ഇനിഷ്യൽ ഫേസ് എന്ന് പറയും. ഇനി വെലോസിറ്റി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ കാണാനുള്ള ഫോർമുല വി ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എല്ലാത്തിന്റെ അവസാന ഫോർമുല പഠിച്ചിരിക്കണം, പ്രോബ്ലം ചോദിക്കാം. ഇതില് അറ്റ് മീൻ പോയിന്റ് ആകുമ്പോൾ വെലോസിറ്റി മാക്സിമം ആയിരിക്കും. മീൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ x0. അപ്പൊ എന്ത് കിട്ടും? ഒമേഗ എ. വെലോസിറ്റി മാക്സിമം മീൻ പോയിന്റിലാണ്. ഇതാണ് മീൻ പോയിന്റ്. ഇനി ഓപ്പോസിറ്റ് അവിടെ എത്തും, അതാണ് എക്സ്ട്രീം പോയിന്റ്. ഇനി എക്സ്ട്രീം പോയിന്റിലെ വെലോസിറ്റി എന്താണ്? മിനിമം. എത്രയാണ്? 0. ഇനി ആക്സിലറേഷൻ വന്നാൽ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ഈ മൈനസ് സൂചിപ്പിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് അല്ല, ജസ്റ്റ് ഡയറക്ഷൻ ആണ്. ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് മൈനസ് കൊടുക്കുന്നത് കേട്ടാ. അത് മാഗ്നിറ്റ്യൂഡ് എഴുതുമ്പോൾ മൈനസ് കൊടുക്കണമെന്നില്ല. ഇനി മീൻ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആക്സിലറേഷൻ മിനിമം 0 ആണ്. എക്സ്ട്രീം പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആക്സിലറേഷൻ മാക്സിമം അത് എത്രയാണ്? ഒമേഗ സ്ക്വയർ എ ആണ്. ഞാൻ മാഗ്നിറ്റ്യൂഡ് ആണ് എഴുതിയത്, അതുകൊണ്ടാണ് മൈനസ് n കൊടുക്കാത്തത്. ഇനി കൈനറ്റിക് എനർജി ആണെങ്കിൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. കൈനറ്റിക് എനർജി മാക്സിമം എന്ന് പറഞ്ഞാൽ മീൻ പൊസിഷനിലാണ്, മിനിമം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം പൊസിഷനിലാണ്. അടുത്ത പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. നേരെ ഓപ്പോസിറ്റാണ്. മാക്സിമം എക്സ്ട്രീമിലും മിനിമം എന്ന് പറഞ്ഞാൽ മീൻ പൊസിഷനിലും. ഇനി ടോട്ടൽ എനർജി ഇപ്പോൾ എത്ര ആയിരിക്കും? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആയിരിക്കും. ഈ കൈനറ്റിക് എനർജി മാക്സിമം എത്ര എന്ന് ചോദിച്ചാലും ഇത് തന്നെ വാല്യൂ, ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ തന്നെയാണ്. പൊട്ടൻഷ്യൽ മാക്സിമം ചോദിച്ചാൽ എന്ത് തന്നെയാണ്? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ്. ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകല്. ഈ ഗ്രാഫ് ഇതൊക്കെ ഇതാണ് പാരബോള. കണ്ടാ, ഈ പാരബോള ആണെങ്കിൽ കൈനറ്റിക് എനർജിയാ. ഇൻവേർട്ടഡ് പാരബോള ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയാ. ഇതെവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ ഉണ്ട്, അത് ടോട്ടൽ എനർജിയാണ്. പിന്നെ ഉള്ളത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എക്സാമ്പിൾസ്. 2 എക്സാമ്പിൾസ് ഉള്ളത്. ഒന്ന് ലോറൻസ് സ്പ്രിങ്, അതിൽ ടി കാണുന്ന ഫോർമുല പഠിക്കുക 2π റൂട്ട് ഓഫ് m/k. പിന്നെ സിമ്പിൾ പെൻഡുലം, അവിടെ ടി കാണുന്ന ഫോർമുല 2π റൂട്ട് ഓഫ് l/g. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ്സ് പെൻഡുലം. ടൈം പീരീഡ് 2 സെക്കൻഡ് ആണെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയും. അതിന്റെ ലെന്ത് ഏകദേശം 1 മീറ്റർ ആണ്. അതിന്റെ ലെന്ത് ഏകദേശം എത്രയാണ്? 1 മീറ്റർ ആണ്, 100 സെന്റിമീറ്റർ ആണ്. ഈ എന്താ ഡാമിഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് കുറയാണെങ്കിൽ ഡാമിഡ് ഓസിലേഷൻ. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, വരയ്ക്കുകയാണ്. അത് ആദ്യം കൂടുതലായി പിന്നെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അൺഡാമിഡ് ഓസിലേഷൻ ആണ്. അൺഡാമിഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തില്ല ടൈമിനനുസരിച്ച്. അടുത്ത റെസൊണൻസ്. റെസൊണൻസ് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. അതിനെ പറഞ്ഞ പേരാണ് റെസൊണൻസ് എന്ന് പറയും. എന്താ ഈ ഫിഗറില് ABC 4 ബോൾസ് വന്നിട്ടുണ്ട്. അവിടെ ചോദിക്കാതെ 3 ക്വസ്റ്റ്യൻസ്. ഒന്ന്, ഈ ബോളിനെ എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു, ഓസിലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ബോൾ ഒന്നിലിടിക്കും, ഇത് ഒന്നിലിടിക്കുന്നു. അതിന്റെ ഫലമായിട്ട് എല്ലാം എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യും. ഇതിൽ ആർക്കാണ് ഫ്രീ ഓസിലേഷൻ ഉള്ളത്? ഫ്രീ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ആണ്. ആരുടെയും സ്ട്രൈക്ക് കൊണ്ടല്ല മൂവ് ആവുന്നത്, അതുകൊണ്ട് ഫ്രീ ഓസിലേഷൻ. ബിയും സിയും ഡി എന്താണ്? ഫോഴ്സ്ഡ് ഓസിലേഷൻ. വന്ന് ബിയിൽ ഇടിച്ചപ്പോഴാണ് ബി ഓസിലേറ്റ് ചെയ്തത്. ബി വന്ന് സി ഇടിച്ചപ്പോൾ സി ഓസിലേറ്റ് ചെയ്യുന്നു. സി വന്ന് ഡി ഇടിച്ചപ്പോൾ ഡി എന്ത് ചെയ്യുന്നു? ഓസിലേറ്റ് ചെയ്യുന്നു. അപ്പം മാത്രം ഫ്രീ ഓസിലേഷൻ, ബി സി ഡി എന്താണ്? ഫോഴ്സ്ഡ് ഓസിലേഷൻ. ഇതിൽ ആർക്കെങ്കിലും റെസൊണൻസ് സംഭവിക്കുമോ? സംഭവിക്കും. എക്കും ഡിക്കും. കാരണം ഈക്വൽ എന്താണ്? ലെന്ത് ഈക്വൽ ആണെങ്കിൽ ഫ്രീക്വൻസി സെയിം ആയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? റെസൊണൻസ് സംഭവിക്കും. ഇത് ഫ്രീക്വൻസി കാണാൻ പറഞ്ഞ 1/t ആണ് കേട്ടാ. നമ്മളിത് കാണാൻ വേണ്ടി ആവശ്യമില്ല. ടൈം പീരീഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതിനെ തിരിച്ചിട്ടാൽ മതി. ഇക്വേഷൻ ചെയ്യുന്നേ ഉള്ളൂ. 1/2π റൂട്ട് ഓഫ് k/m. ഇതിനെ തിരിച്ചിട്ടാലും മതി കേട്ടാ. ജനറൽ ആയിട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷൻ ചോദിക്കുകയാണ് ഇതാണ് കേട്ടാ. ടൈം പീരീഡ് കാണാൻ പറഞ്ഞ സിമ്പിൾ പെൻഡുലം ഇത്. ജനറൽ ആയിട്ട് പറഞ്ഞ ഈ സ്പ്രിങ്ങിന്റെ ഇക്വേഷൻ തന്നെയാണ്. ഇത്രയാണ് ഓസിലേഷൻ എന്ന് പറഞ്ഞത്.